ആരും തികഞ്ഞവരല്ല, ആരും പൂർണ്ണരാകാൻ അർഹരുമല്ല. ആർക്കും ഒന്നും എളുപ്പമായി നടക്കുകയുമില്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. മറ്റുള്ളവർ എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. അതിനാൽ മറ്റുള്ളവരെ വിധിക്കുകയോ വിമർശിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നതിന് മുൻപ് താൽക്കാലികമായി നിങ്ങളുടെ നാവുകൊണ്ടുള്ള യുദ്ധം നിർത്തുക. എല്ലാവരും അവരവരുടെ തനതായ രീതിയിലാണ് ജീവിക്കുന്നത്. സൈക്കോളജി പറയുന്നത് നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഒരുപാട് ചിരിക്കുന്ന ആൾ ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾ വളരെ ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. ഒരാൾ ഒരുപാട് സമയം ഉറങ്ങുന്നു എങ്കിൽ അയാൾ ദുഃഖിതനാണ്. അതുപോലെ ഒരാൾ കുറച്ചു മാത്രമേ സംസാരിക്കുന്നുള്ളൂ, പക്ഷേ വേഗത്തിൽ അയാൾ സംസാരിക്കുന്നു എങ്കിൽ അയാൾ രഹസ്യങ്ങൾ കൊണ്ടു നടക്കുന്നയാളാണ്. ഒരാൾ പറയാൻ കഴിയാത്ത ആളാണെങ്കിൽ അയാൾ ഒരു ദുർബലനായ വ്യക്തിയാണ്. ഒരാൾ അന്തം പോയ രീതിയിൽ കഴിക്കുന്നു എങ്കിൽ അയാൾ നല്ല ടെൻഷനുള്ള ആളാണ് എന്നതാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും കരയുന്ന ഒരു വ്യക്തി വളരെ നിഷ്കളങ്കനും ലോലഹൃദയനുമാണ്. ഒരാൾ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം പിടിക്കുന്ന ആളാണെങ്കിൽ അതിനർത്ഥം അയാൾ സ്നേഹം ലഭിക്കാത്ത ആളും അത് ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുമാണ്. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യണം. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കുക. നേരിട്ട് ബാധിക്കാത്ത ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുക. ഈ ലോകം ഞാനില്ലെങ്കിലും ഉണ്ടെങ്കിലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്ന് തിരിച്ചറിയുക. ഇഷ്ടമില്ലാത്ത ആളുകളെ ഓർക്കാതിരിക്കുക. പ്രിയമുള്ളവരുടെ ഇഷ്ടങ്ങൾ കണ്ടുപിടിക്കുക. കുറ്റങ്ങളുടെ പുറകെ പോകാതിരിക്കുക. ഒരു നാൾ ഇവിടെ വിട്ടു പോകേണ്ടവരാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക. അപ്പോൾ ചുറ്റുമുള്ളതിനെ സ്നേഹിക്കാൻ തോന്നും. കുഞ്ഞു കുട്ടികളോട് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക. ചിരിക്കാൻ കിട്ടുന്ന അവസരവും കരയാൻ കിട്ടുന്ന അവസരവും ഭാഗ്യം എന്ന് തിരിച്ചറിയുക. സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കി നമ്മെ സ്നേഹിക്കുന്നവരെ തിരിച്ചും സ്നേഹിക്കുക. ജീവിതമാണ്, ആര് പോയാലും വന്നാലും അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. എന്നാൽ ചിലർ പോകുമ്പോൾ, ചിലരെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അത് ഉൾക്കൊള്ളാൻ വിസമ്മതിച്ച് മനസ്സു പിണങ്ങി മാറി നിൽക്കും. കൈവെള്ളയിൽ നിന്ന് വഴുതി വീഴുന്നത് അറിയുമ്പോഴാണ് നഷ്ടബോധത്തിൻ്റെ തീവ്രതയേറുന്നത്. നഷ്ടബോധങ്ങളുടെ ആകെത്തുകയാണ് നമ്മുടെയൊക്കെ ജീവിതം. സ്വന്തമായി നഷ്ടബോധമില്ലാത്തവർ ജീവിച്ചിട്ടില്ലാത്തവന് തുല്യമാണ്. അവഗണിക്കപ്പെട്ട ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും അവർ സ്നേഹിച്ച മനുഷ്യർക്ക് സ്നേഹിക്കാനും പരിഗണിക്കാനും മറ്റൊരാൾ ഉണ്ടായിരിക്കും. ആ ഒരാളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ തന്നെ അവിടെ നിന്ന് പിന്മാറുക. കൊടുത്ത സ്നേഹം തിരിച്ചു കിട്ടിയില്ലെങ്കിലും വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുന്നത് വല്ലാത്തൊരു വേദന തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന, നിങ്ങളോട് സത്യസന്ധമായിരിക്കുന്ന, നിങ്ങളെ ചോയ്സുകളാക്കാത്ത മനുഷ്യരോടൊപ്പമായിരിക്കുക. അവർ ഒരിക്കലും സങ്കടങ്ങൾ സമ്മാനിച്ചു കടന്നു പോകില്ല. സ്വന്തം തെറ്റുകളെ ശരികളായി സ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകുന്നവരുണ്ട്. ഒരുപക്ഷെ അവർക്ക് അതിൽ വിജയിക്കാനും കഴിയും. അങ്ങനെ നേടുന്ന ശരികൾക്കും വിജയങ്ങൾക്കും പിന്നിൽ നിഷ്കളങ്കരായ മനുഷ്യരുടെ കണ്ണീരുണ്ടാകും. ഒന്ന് ക്ഷമിക്കാൻ കഴിയാതെ, ഒന്ന് തോറ്റുകൊടുക്കാൻ കഴിയാതെ നേടിയെടുക്കുന്നതൊന്നും പിന്നീടുള്ള ജീവിതത്തിൽ സമാധാനം നൽകിയെന്ന് വരില്ല. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. മറ്റുള്ളവർ എന്തു പറഞ്ഞു കൊള്ളട്ടെ, അവർക്ക് നിങ്ങളെ അറിയില്ല. അറിയുന്നതെന്തോ ബാഹ്യമായ ചിലത് മാത്രം. നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച് ദൃഢമായ തീരുമാനത്തോടെ നേടിയെടുക്കുവാൻ നിങ്ങൾ പ്രയത്നിച്ചാൽ
എന്തും നിങ്ങളുടെ കൈക്കുള്ളിൽ എത്തിച്ചേരാം. നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല എന്നത് തന്നെയാണ്. സത്യത്തെ തിരിച്ചറിഞ്ഞവൻ പരാജയപ്പെടില്ല. പിന്തിരിപ്പിക്കാനും പരിഹസിക്കാനും ആളുണ്ടാകും. പക്ഷേ നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക. ജീവിച്ചിരുന്നത് എങ്ങനെയെന്ന തെളിവ് അവശേഷിപ്പിക്കുക. അതിന് വലിയ നിർമ്മിതികളുടെ ആവശ്യമില്ല. സമൂഹമധ്യത്തിൽ സ്നേഹം നിറച്ചുകൊണ്ടായാലും മതി. നിങ്ങൾക്ക് മാനസികമായി എങ്ങനെ ശക്തരാകാം? അതായത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ സമയത്തെ ഓർത്ത് ഭയപ്പെടരുത്. ഭൂതകാലത്തിൽ ജീവിക്കരുത്. ലോകം നമ്മളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നരുത്. ഉടനടി ഒന്നിനും ഫലങ്ങൾ പ്രതീക്ഷിക്കരുത്. എല്ലാവരെയും പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അതോർത്ത് വിഷമിക്കരുത്. നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന സമയം പാഴാക്കരുത്. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ ഊർജം പാഴാക്കരുത്. നിങ്ങളുടെ വികാരങ്ങളെ സ്വാധീനിക്കാൻ മറ്റുള്ളവരെ അനുവദിക്കരുത്. മറ്റുള്ളവരുടെ വിജയത്തിൽ നീരസപ്പെടരുത്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. ആദ്യ പരാജയത്തിനു ശേഷം ഒന്നും ഉപേക്ഷിക്കരുത്. ചിന്തിച്ചു കണക്ക് കൂട്ടിയ കാര്യങ്ങളിൽ എടുക്കാൻ ഭയപ്പെടരുത്. എന്നാൽ നിങ്ങൾക്ക് മാനസികമായി ശക്തരാകാം. പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് ചുറ്റിലും 1000 പേരുണ്ടെങ്കിലും സ്വന്തം മനസ്സിൻ്റെ ധൈര്യത്തിനേക്കാളും വേറൊന്നും പകരമാവില്ല. ജീവിതത്തിലെ കരുത്താണ് ദുഃഖാനുഭവങ്ങൾ. വിജയവും പരാജയവും ജീവിതത്തിലെ 2 സ്ഥിരമല്ലാത്ത അവസ്ഥകൾ മാത്രമാണ്. വിജയത്തിൽ അമിതമായി സന്തോഷിക്കുകയോ പരാജയത്തിൽ അഗാധമായി ദുഃഖിക്കുകയും ചെയ്യരുത്. സ്ത്രീകളും മറ്റു സ്ത്രീകളെ എതിരാളികളായാണ് കണക്കാക്കുന്നത്. എന്നാൽ മിക്ക പുരുഷന്മാരും മറ്റെല്ലാ പുരുഷന്മാരെയും അവരുടെ സഖ്യകക്ഷികളായാണ് കാണുന്നത്. നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ വിട്ടേക്കുക. കാരണം ശരിക്കും അവർ നിങ്ങളെക്കാൾ 2 അടി പിറകിലാണ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് കുറ്റം പറയേണ്ടി വരുന്നത്. പക്ഷികൾ ജീവിച്ചിരിക്കുമ്പോൾ ഉറുമ്പിനെ ഭക്ഷിക്കുന്നു. പക്ഷികൾ മരിച്ചു കഴിഞ്ഞാൽ ഉറുമ്പ് അവയെ ഭക്ഷിക്കുന്നു. സമയവും സന്ദർഭവും എപ്പോൾ വേണമെങ്കിലും മാറിയേക്കാം. ജീവിതത്തിൽ നിങ്ങൾ ആരെയും വില കുറച്ച് കാണരുത്. പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു. എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ മനസ്സുകൾ അടുക്കുന്നു. അങ്ങനെ ആയിരിക്കണം സ്നേഹബന്ധങ്ങൾ. പണമാണ് സ്നേഹം. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചാണ് ബന്ധങ്ങളും സൗഹൃദങ്ങളും. എന്തിനേറെ രക്തബന്ധങ്ങൾ പോലും അതിനനുസരിച്ചാണ്. ദിശ മാറി ഒഴുകിയ പുഴയായിരുന്നവൾ ഒഴുകി അകലുവാനല്ല, ഒടുവിലവൾ ഒരുമിച്ചൊരു കടലായി മാറുവാൻ. ചിലപ്പോഴൊക്കെ വിഡ്ഢികളെപ്പോലെ ആവുന്നത് നല്ലതാണ്. എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാകാത്ത പോലെ സ്വയം അങ്ങ് നടിക്കണം. ചില ബന്ധങ്ങൾ നിലനിർത്താൻ അത് നല്ലതാണ്. ദേഷ്യം വരുമ്പോൾ ഉച്ചത്തിൽ സംസാരിക്കാൻ വലിയ ശക്തിയൊന്നും വേണ്ട. പക്ഷേ നിശബ്ദമായി നിൽക്കാൻ നല്ല ശക്തി വേണ്ടിവരും. ചിറകൊടിഞ്ഞ ഒരു പക്ഷിയും പറക്കാൻ ഒക്കില്ലല്ലോ എന്നോർത്ത് തലതല്ലി ചത്തിട്ടില്ല. ആട്ടിയോടിച്ചതിൻ്റെ പേരിൽ അപമാനഭാരത്താൽ ഒരു കാക്കയും ആത്മഹത്യ ചെയ്തിട്ടില്ല. പരിക്കുപറ്റിയ ഒരു മൃഗവും പരാജയബോധത്താൽ ഇര തേടാതെ ഇരുന്നിട്ടില്ല. പിന്നെന്തിന് മനുഷ്യരായ നാം മാത്രം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ജീവിതത്തിൽ നിന്നും ഒളിച്ചോടണം? വീണുപോയി എന്ന് തോന്നുമ്പോഴൊക്കെ വീര്യത്തോടെ തന്നെ നടക്കണം. വീഴ്ചയിൽ നിന്ന് തന്നെയാണ് നാം നടന്നു തുടങ്ങിയതെന്ന് ഓർത്ത് വിജയത്തിലേക്ക് തന്നെ നടക്കണം.
ശരിയാണെന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ എത്രയൊക്കെ കയ്യീന്ന് പോയി എന്ന് തോന്നിയാലും ഇടം വലം നോക്കാതെ തർക്കിച്ച് അങ്ങ് നിൽക്കുക. തോറ്റുപോയാലും സ്വന്തം ശരിക്കു വേണ്ടി മിണ്ടി എന്നുള്ള ഒരു സന്തോഷമെങ്കിലും ഉണ്ടാകും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.